ഇത് വിട്ടുകളയരുത് പൃഥ്വി. രണ്ടിനും തെളിവ് സഹിതം പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതെ, അതും വെറുതെ പുറത്താക്കിയ പോരാ, രണ്ടിനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി തന്നെ ഓടിക്കണം. അതിനി അധികം താമസമില്ല. മുൻകൂർ ജാമ്യത്തിന്റെ പുറകെ ഇപ്പൊ പോണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ വക്കീലെ? അപ്പൊ അവര് നമ്മളെ അറസ്റ്റ് ചെയ്തോട്ടെന്നാണോ പറയുന്നേ? വ്യക്തമായ തെളിവുകളില്ലാതെ ആരും നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. പിന്നെ ഈ കേസിൽ അവർക്ക് തെളിവുകൾ കിട്ടിയാൽ നമ്മുടെ ഈ മുൻകൂർ ജാമ്യത്തിന് വില ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെയോ? അപ്പോ അന്വേഷണം കടത്താ ഞങ്ങൾ അകത്താവൂല്ലേ വക്കീലെ? വിനീതയുടെ ഗോൾഡൊക്കെ നിങ്ങൾ എന്താ ചെയ്തേ? അതൊക്കെ ലോക്കറിലുണ്ട്. വിനീത മരിക്കുന്നതിന് മുൻപ് വച്ചതല്ലേ? അല്ല, അതിന് ശേഷം വച്ചത്. അതെന്താ അങ്ങനെ ചെയ്തേ? അത് പിന്നെ അതൊക്കെ നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ തെളിവുകൾ ഉണ്ടാക്കുന്ന പോലെ ആവില്ലേ? ബാങ്കിലെ ഇടപാടുകൾ പോലീസ് ചെക്ക് ചെയ്താൽ അതൊക്കെ അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാതെ വക്കീലേ. അതെന്റെ മകളുടെ ഗോൾഡാണ് ലോക്കറി വെച്ചതെന്ന് ഞാൻ പറഞ്ഞോളാം. അതൊന്നും നിലനിൽക്കില്ല. ആ ഗോൾഡ് വിനീതയുടേതാണെന്ന് തെളിയിക്കാൻ അവർക്ക് എന്താ പ്രയാസം? ഉടനെ അത് തിരിച്ചെടുത്ത് വെക്ക്. ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്താ അത് പ്രസീത സ്വന്തം ഗോൾഡ് എടുക്കുകയോ വയ്ക്കുകയോ ചെയ്തതാണെന്നും വിനീതയുടെ ആഭരണങ്ങളെല്ലാം ഇവിടെ ഭദ്രമായിട്ടുണ്ടെന്നും പറഞ്ഞാ മതി. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. നാളെ തന്നെ തിരിച്ചെടുപ്പിക്കാം. ലോക്കറിൽ വയ്ക്കുന്നതും തിരിച്ചെടുക്കുന്നതും എന്താണെന്ന് ബാങ്കുകാർക്ക് അറിയില്ലല്ലോ. അവരത് രേഖപ്പെടുത്താറുമില്ല. അതുകൊണ്ട് വിനീതയുടെ ഗോൾഡ് ഇവിടെയുണ്ടെങ്കിൽ അതാണ് സേഫ്. അങ്ങനെ തന്നെ ചെയ്യാം വക്കീലെ. എന്താ പൃഥ്വിക്കൊരു ടെൻഷൻ? എനിക്കെന്ത് ടെൻഷൻ? അപ്പൊ ടെൻഷൻ ഇല്ല അല്ലേ? ഇല്ല. ഇത് പൃഥ്വിയുടെ അല്ലേ? അത് എന്റെ ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്. പക്ഷെ ഇതെന്റെ അല്ല. ഓ, എങ്കി പിന്നെ അതൊന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. അത് 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 ഞാൻ എവിടെ വെച്ച് മറന്നുപോയി. എവിടെയാണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഒരിടത്ത് വെച്ച് മറന്നതല്ല, ഇത് തന്നെ അത്. അല്ലമ്മേ, ഇതല്ല. മതി പൃഥ്വി, നോണ പറയണ്ട. ഇത് നിന്റെ തന്നെയാ. രാവിലെ മുതൽ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, സമ്മതിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ആ ദുർഗയുടെയും കിരണിന്റെയും റൂമില് മൈക്ക് വെച്ചത് പൃഥ്വിയല്ലേ? അതെ, ഞാനാ. അതിനിപ്പോ എന്താ? നിനക്ക് എന്താ പൃഥ്വി പറ്റിയത്? എന്തിനാ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത്? പൃഥ്വി പറ, എന്തിനാ പൃഥ്വി അവരുടെ റൂമിൽ മൈക്ക് വെച്ചേ? പറ പൃഥ്വി. ഒരു കാര്യമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാര്യം പറ. ആ കിരണും ദുർഗയും പോലീസാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതറിയാനാ ഞാൻ അങ്ങനെ ചെയ്തത്. പോലീസോ? അതും ആ ദുർഗ? പൃഥ്വിക്ക് എന്താ വട്ടാണോ? അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഷീ. അവർക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ആ സത്യം അറിയാനാ അവരുടെ റൂമിൽ ഞാൻ മൈക്ക് വെച്ചത്. അവരുടെ സംസാരം രണ്ട് ടീച്ചേഴ്സിന് യോജിച്ചതല്ല, മറിച്ച് രണ്ട് പോലീസുകാരുടേതാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം?
ദുർഗയും കിരണും യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല. അവര് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് വെറും കള്ളവാ. വേറെന്തോ ലക്ഷ്യം വെച്ചാ അവരിവിടെ വന്നിരിക്കുന്നത്. അയ്യോ, സത്യമാണോ പൃഥ്വി പറയുന്നേ? അപ്പോ അവരെ കാണിക്കുന്ന മുഴുവൻ നാടകമാണോ? അതെ, രണ്ടിനെയും കയ്യോടെ പിടിച്ച് തെളിയിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. പക്ഷെ അപ്പോഴേക്കും ആ മൈക്കിന്റെ പേരും പറഞ്ഞ് എല്ലാം കൈവിട്ടുപോയി. അപ്പൊ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വേഷം കെട്ടി നമ്മളെല്ലാം പറ്റിക്കുമായിരുന്നോ? അതെ. ഓഹോ, ഇത് വിട്ടുകളയരുത് പൃഥ്വി. രണ്ടിനും തെളിവ് സഹിതം പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതെ, അതും വെറുതെ പുറത്താക്കിയ പോരാ, രണ്ടിനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി തന്നെ ഓടിക്കണം. അതിനി അധികം താമസമില്ല. നിങ്ങൾ കണ്ടോ, കിരൺ, നമ്മളാ മൈക്രോഫോണിന്റെ കാര്യം അപ്പോഴത്തെ ടെൻഷനിൽ വിട്ടുപോയി. അതിനി ഇവിടെ വേണ്ട. ഞാൻ കിരണിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതിപ്പോ തന്നെ നശിപ്പിച്ചേക്കാം. നമ്മള് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പൃഥ്വിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി ആ വഴിക്കും പല തലവേദനകളും വരും. എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. വരുന്നിടത്ത് വെച്ച് കാണാം. ഉം. ആ, ഹലോ അഖിൽ, പറഞ്ഞോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവള് ബാങ്കിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ അഖിൽ, അവൾ ഇറങ്ങും മുമ്പ് CIയും സംഘം അവിടെ എത്തിയിരിക്കും. അഖിലിന്റെ കണ്ണ് വെട്ടിച്ച് അവളെ രക്ഷപ്പെടരുത്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞാൻ ഉടനെ CIയെ വിളിച്ചു പറയാം. ഓക്കെ ജെഡി.